ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ടു സജന മാസ് ലിറ്റിൽ വേൾഡ്. വല്ലപ്പോഴും ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ മറന്നു പോകും മക്കൾസ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ നാടായ വർക്കലയിൽ നടക്കുന്ന വളരെ എന്താ പറയേണ്ടത്, ഏതൊരു വർക്കലക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം, ഒരു ഫങ്ഷൻ, അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കുറച്ച് വൈകാരികതയും കുറച്ച് സന്തോഷവും ഒക്കെ ഈ ഫങ്ഷനിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഈ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ. നിൽക്കുന്ന ബ്രോയെ കണ്ടില്ലേ, ബ്ലാക്ക് ഷർട്ട് ഇട്ട നെബു പേരേറ്റിൽ, നമ്മുടെ നാടായ വർക്കലയിലെ പേരേറ്റിൽ എന്നുള്ള സ്ഥലത്തുള്ള ആ ബ്രോ ഡയറക്റ്റ് ചെയ്ത പെരുമ്പറ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷോ ഇന്നിവിടെ നടക്കുകയാണ്. അത് വെറും ഒരു സാധാരണ ഷോർട്ട് ഫിലിമല്ല. അവിടെയാണ് വൈകാരികത എന്ന വാക്കും ഞാനും തമ്മിൽ ഒരു റിലേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ഡോക്ടർ എന്ന് തന്നെ ഞാൻ പറയണത്, ലോക പ്രശസ്ത ഓങ്കോളജിസ്റ്റായ നമ്മുടെ VP ഗംഗാധരൻ സാറിൻ്റെ ഒരു ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പം അത് ആർക്കും ഒരു ഇൻസ്പിറേഷനാണ്, ഏതൊരു ക്യാൻസർ പോരാളിക്കും നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജാണ്. അപ്പോൾ അതിനായിട്ട് ഡോക്ടറെ ഇന്ന് അവിടെ ആദരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ ഗംഗാധരൻ സാർ ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടറെ ആദരിക്കുന്നുണ്ട്. പിന്നെ ഈ ഷോർട്ട് ഫിലിമും ഡോക്ടറോടൊപ്പം നമുക്കിരുന്ന് കാണാം. ആ ഒരു നിമിഷത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഡോക്ടറെ കാത്തിങ്ങനെ നമ്മളെല്ലാം അങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. ആ കൂട്ടത്തിൽ അവിടെ വന്ന നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ മക്കൾസുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. വളരെ നിറഞ്ഞൊരു സദസ്സായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഇടയ്ക്ക് ഒരു വോയിസ് കൂടിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒന്ന് ഒരു ആ ഫ്ലോയിൽ കാണുക. ഓക്കെ, അങ്ങനെ കുറച്ച് വൈകിയെങ്കിലും നമ്മുടെ വിശിഷ്ട അതിഥി നമ്മുടെ ഗംഗാധരൻ സാർ എത്തി. ഡോക്ടർ സാന്നിധ്യത്തിൽ ഷോ തുടങ്ങുകയാണ്. വളരെ കുറഞ്ഞ സമയം, 30 മിനിറ്റിലുള്ള ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ കൂടിയും നമുക്കതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന രീതിയിലാണ് ആ ഫിലിം എടുത്തിരിക്കുന്നത്. ഡോക്ടർ ജീവിതത്തിൻ്റെ ഒരു കുഞ്ഞ് അനുഭവം, ഒരു കുഞ്ഞ് സംഭവം മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെ ആ ഫിലിമിൽ നമുക്കൊരിക്കലും ഭയം തോന്നില്ല. നമുക്ക് ഒരു മനസ്സിലെവിടെയോ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത സെക്ഷനിൽ. അതും കൂടെയൊക്കെ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം നമുക്ക് സന്തോഷത്തോടു കൂടി ഈ ഒരു നിമിഷത്തിന് സാന്നിധ്യം നമുക്ക് കൂടി തന്ന എല്ലാവരോടും നന്ദി പറയാം. ഓക്കെ, നമ്മുടെ ഡോക്ടർ ഉൾപ്പെടെയുള്ള അവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ ആദരിക്കലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇടയ്ക്ക് എൻ്റെ ഈ ബോറിംഗ് വോയിസ് ഇട്ടിട്ട് നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തുന്നില്ല. എല്ലാം ഒന്ന് കാണുക. ഓക്കെ, അടുത്തതായി പ്രശസ്ത ഡയറക്ടറായ KG
വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം. അറിയാതെ പലരും കണ്ണീർ തുടർച്ചയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടെ കുറേ ചെല്ലയ്യന്മാരിവിടെ ഉണ്ട്. പേര് ചെല്ലയായിരിക്കില്ല, പേരില്ല, അതായിരുന്നു ചിഞ്ചു അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങളുടെയൊക്കെ അനുഭവത്തോടെ തന്നെ അവരെയൊക്കെ മുന്നോട്ടത്തേക്ക് ക്ഷണിക്കട്ടെ. അവരെല്ലാവരും വഴക്ക് പറഞ്ഞു ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഞാൻ പഠിച്ച ശാസ്ത്രം മാത്രമേ എൻ്റെ മനസ്സിൽ, അതിൻ്റെ ഒരു മാനുഷികവശം ഞാൻ ആ സമയം മറന്നുപോയിട്ടുണ്ടായിരുന്നു. അത് ആ നിമിഷം ആ സമയത്ത് അവിടെ ചോറിപ്പിച്ച ചെല്ലയാണ്. അങ്ങനെ ഇവർ ഓരോരുത്തരും ഒരു മറുതര കഥകൾ പറയാനുണ്ടാവും. ഓടിയെത്തിയ ശ്രീ വി പി ഗംഗാധരൻ സാർ ഇതിനു മുമ്പ് ഒരു മെയ് മാസം ഇതിൻ്റെ ആദ്യ പ്രദർശനം ദുബായിൽ നടക്കുമ്പോഴത്തേക്ക് സാറിനെ വിളിക്കുമ്പോഴും സാർ ഒരുപാട് കോൺഫറൻസുകളുമായിട്ടൊക്കെ തിരക്കിലായിരുന്നു. അവസാനം സാറിൻ്റെ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ഒരു ദിവസം ദുബൈയുടെ ഇതുപോലൊരു നിറഞ്ഞ സദസ്സിൽ സാർ അന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയാന്ന് വെച്ചാൽ എവിടെ മുതൽ പറയണം എന്നൊന്നും എനിക്ക് കിട്ടില്ല. അത്രയ്ക്ക് ഉണ്ട്. ഒരു 33 വർഷമായിട്ടുണ്ടാവും ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്ന സമയം. നമ്മളെ നിബുവിൻ്റെ ഷോർട്ട് ഫിലിമിൽ കൂടി ചെല്ലയ്യ പറയുകയുണ്ടായി, ഉങ്ക എനിക്ക് കടവുൾ മാതിരിയെന്ന്. പക്ഷേ എനിക്ക് കടവുൾ മാതിരിയല്ല, കടവുൾ താൻ. ഞാൻ പറഞ്ഞാൽ കുറെ സമയം എടുക്കും, അതുകൊണ്ട് തുടങ്ങണ്ടേ എന്ന് തന്നെയാണ് എന്നെ. തുടങ്ങിയാൽ കുറെ നേരത്തേക്ക് അങ്ങ് പോകും. എനിക്കൊരു 20 ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഫീലിങ്ങോടെ ഇരിക്കുകയായിരുന്നു. എനിക്കായിരുന്നു എന്തോ ഭയങ്കര സംഭവം, എൻ്റെ രോഗമായിരുന്നു ഭയങ്കര പക്ഷേ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്കൊന്നുമില്ല. എനിക്ക് 2018 ഈ ഒരു രോഗം തുടങ്ങുന്നത്. 2019 ജാനുവരിയിലാണ് ഡോക്ടർ റൂമിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷം കൊണ്ട് എൻ്റെ രോഗമെല്ലാം കഴിഞ്ഞു. പക്ഷേ മാം പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ലോങ് ഹെയർ പോയി, കീമോ ചെയ്തു, റേഡിയേഷൻ ചെയ്തു, അതിൻ്റെ എല്ലാ സ്റ്റേജിൽ കൂടെ പോകുമ്പോഴും ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലർക്കും മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ രോഗത്തെക്കുറിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മുഴകളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ശരീരത്തിൽ വന്നതിന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കൊന്നും ഈ രോഗം വരില്ല. പലരുടെ ഒരു ധാരണയുണ്ട്, നമുക്ക് ഈ രോഗം വരില്ല, നമുക്ക് വരില്ല എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സംശയം തോന്നിയിട്ടും ഞാൻ 6 മാസത്തോളം അതിനെങ്ങനെ വെച്ച് കൊണ്ടുപോയി. അതിനിടയ്ക്ക് പലരുടെ രോഗങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ വിട്ടുപോയി. ചിത്രധാര മാം, ഞാൻ എപ്പോഴും ഡോക്ടർ OP-യിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാമിൻ്റെ കൈ പിടിച്ച് മുത്തിയിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. ഞാൻ എപ്പോഴും പറയും, എന്നെ രക്ഷിച്ച് കൈകളാണെന്ന് പറഞ്ഞ് മാമിന് ഞാൻ എപ്പോഴും കയ്യിൽ മുത്താതെ ഞാൻ ഇറങ്ങത്തില്ല. അപ്പം ഡോക്ടറോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഇതുപോലെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒപ്പം നിൽക്കുന്ന ഒരു നേർപാതയാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പം നമ്മളെപ്പോഴും ഡോക്ടറെ പറയുമ്പോൾ ഒപ്പം ഡോക്ടർ വൈഫിനെ നമ്മൾ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ഈ ഒരു പോസിറ്റിവിറ്റി, ഓരോരുത്തരിൽ നിന്നും കിട്ടുന്ന പോസിറ്റിവിറ്റിയാണ് ഏതൊരു ക്യാൻസർ ഫൈറ്റേഴ്സിനെയും മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന വലിയൊരു രോഗമാണ്, വലിയൊരു പോരാളിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതിനെ എതിർക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശക്തരാകണം. ആ ശക്തിയാണ് ഗംഗാധരൻ സാറിനെ പോലെയുള്ള ഡോക്ടേഴ്സ് നമുക്ക് തരുന്നത്. ലൈഫ് സ്റ്റൈലിൽ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഒരു മാരക രോഗത്തെ ഒരുവിധം നമുക്ക് തടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു നിമിഷം നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് ഈ ഒരു ദിവ്യമായ ഒരു സൃഷ്ടി എന്ന് തന്നെ പറയാം ഡോക്ടർ ആയുസ്സിനും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് സമയം വളരെ ചുരുക്കമാണ്. ഉടൻ തന്നെ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സദസ്സായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സദസ്സിൽ സംസാരിക്കുന്നത്. അത് പ്രത്യേകിച്ച് എൻ്റെ അനുഭവം, എൻ്റെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. അതിന് ഡോക്ടർ തന്നെയാണ് നമുക്ക് ആ ഒരു അവസരം തന്നത്.
ഞാൻ ഉൾപ്പെടെ 2 പേർ കൂടി ഉണ്ടായിരുന്നു ഡോക്ടറുടെ പേഷ്യൻസായിട്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പരസ്പരം എല്ലാവരും ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത ഒരു നല്ലൊരു നിമിഷമായിരുന്നു. അപ്പോൾ ഡോക്ടർ എല്ലാവരോടും ബൈ പറഞ്ഞ് പോവുകയാണ്. ഡോക്ടറിന് പോകാൻ സമയമായി. അപ്പോൾ തൽക്കാലം ഞാനും ബൈ പറയുകയാണ് മക്കൾസേ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. എൻ്റെ നാട്ടിൽ നടക്കുന്ന നല്ല നല്ല നിമിഷങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും. ബൈ. പിന്നെ ഒരു കാര്യം കൂടി പറയാതെ പോയാൽ ഒരു സുഖം കിട്ടത്തില്ല. നമ്മുടെ വർക്കലക്കാറുണ്ടല്ലേ, പൊളിയ പുപ്പൊളിയ. ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ബൈ.